ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദുർവാസാവ് മഹർഷിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായി വൃന്ദാവനത്തിലെത്തി. അപ്പോൾ ബാലനായ ഭഗവാൻ വസ്ത്രമൊന്നുമില്ലാതെ മറ്റ് ഗോപബാലന്മാരുമായി മണ്ണിൽ വീണുരുണ്ടും പരസ്പരം വികൃതി കാട്ടിയും മറ്റും കളിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അതുമാത്രമല്ല, ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണോ എന്ന സംശയവും അദ്ദേഹത്തിനുണ്ടായി. മഹർഷിയുടെ സംശയം ഒന്ന് മാറ്റി കൊടുക്കണ്ടേ? വികൃതിയായ ഭഗവാൻ ഓടിച്ചെന്ന് മഹർഷിയുടെ മടിയിലിരുന്ന് മധുരവചനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ഒരു പൊടിയായി മാറി കൃഷ്ണന്റെ വായ്ക്കുള്ളിലേക്ക് കടന്നുപോയി. അവിടെ അദ്ദേഹം വളരെയധികം മഹാത്ഭുതങ്ങൾ കണ്ടു. അദ്ദേഹം വലിയൊരു കാട്ടിലെത്തുകയും ഒരു പെരുമ്പാമ്പ് അദ്ദേഹത്തെ വിഴുങ്ങുകയും ചെയ്തു. അതിൻ്റെ വയറ്റിൽ അദ്ദേഹം അനേകം ബ്രഹ്മാണ്ടങ്ങൾ കണ്ടു. അതലം, വിതലം, സുതലം, അങ്ങനെ ഒരുപാട് വിസ്മയങ്ങൾ അദ്ദേഹം കണ്ടു. ഒടുവിലായി അദ്ദേഹം കണ്ടത് ഒരു നികുഞ്ചത്തിൽ അനന്തകോടി സൂര്യനെ പോലെ ശോഭിക്കുന്ന ജ്യോതിർമണ്ഡലത്തിനുള്ളിലായി ദിവ്യമായ ലക്ഷം ദളങ്ങളുള്ള ഒരു താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്ന പരിപൂർണതമനായ സാക്ഷാൽ രാധാവല്ലഭൻ ശ്രീകൃഷ്ണനെയും ഗോപീഗോപന്മാരെയും അനേകം പശുക്കുട്ടികളെയും ഗോലോകവുമായിരുന്നു. മഹർഷിയെ കണ്ടപ്പോൾ ഭഗവാൻ പുഞ്ചിരി തൂകി. അപ്പോൾ അദ്ദേഹം ഭഗവാന്റെ വായിൽ കൂടി പുറത്തേക്ക് വന്നു. ദേഹം മുഴുവൻ പൊടി പുരണ്ട് യമുനാ തീരത്ത് കളിക്കുന്ന അതേ ശ്രീകൃഷ്ണനെയാണ് അപ്പോൾ മുനി കണ്ടത്. താൻ കാണുന്നത് സാക്ഷാൽ വൈകുണ്ഠവാസിയായ ഭഗവാനെ തന്നെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം ഭഗവാനെ നമസ്കരിച്ച് കൈകൂപ്പിക്കൊണ്ട് സ്തുതിച്ച ശേഷം ധ്യാനത്തിനായി ബദര്യാശ്രമത്തിലേക്ക് പോയി. ഭഗവാന്റെ ഗോലോകധാമത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അത് അടുത്ത ദിവസം പറയാം കേട്ടോ. ഏവർക്കും ഭഗവാന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. രാധേശ്യാം.